ഞാൻ തന്നെ ഈ പടത്തിൽ കുറച്ച് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. പ്രീവിയസ് പാട്ടിനെ അപേക്ഷിച്ച് ഈ പാട്ട് കുറച്ചും കൂടിയും സ്കെയില് വലുതാണ്. ആക്ഷൻ സീക്വൻസസും വയലൻസും കുറച്ചും കൂടി കൂടുതലാണ്. ആൻഡ് യെസ്, രൺവീർ സിംഗിന് കുറച്ചും കൂടി അഴിഞ്ഞാടാനായിട്ടുള്ള ഒരു അവസരമാണ് ഈ പടത്തിലുള്ളത്. ദുരന്തർ 1 എന്ന് പറയുന്നത് ഒരു മാസീവ് ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് ദുരന്തർ 2ന്റെ എക്സ്പെക്ടേഷൻസ് വളരെ ഹൈ ആയിരുന്നു. ഇൻഫാക്ട് എന്റെ എക്സ്പെക്ടേഷൻസ് ഹൈ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്റെ പ്രിവ്യൂ ഷോ ആണ് കണ്ടത്. മാർച്ച് 18 ഇറങ്ങിയ പ്രിവ്യൂ ഷോ. സീരീസ് എനിക്ക് സെൻസറിങ് കുറയണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ പ്രിവ്യൂ ഷോയിൽ പ്രത്യേകിച്ച് പുതുമയൊന്നും ഉണ്ടായിരുന്നില്ല. പകുതി കാര്യങ്ങളും സെൻസേർഡ് ആയിരുന്നു. പകുതി ഡയലോഗ്സും സീൻസും ഒക്കെ സെൻസേർഡ് തന്നെയായിരുന്നു. 5 മണിക്ക് ഇറങ്ങിയ ഷോയിൽ സബ് ടൈറ്റിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ കണ്ട ഷോയിൽ അത്യാവശ്യം ഡയലോഗ്സിനൊക്കെ സബ് ടൈറ്റിൽസ് ഉണ്ടായിരുന്നു. സോങ്സിനൊന്നും സബ് ടൈറ്റിൽസ് ഉണ്ടായിരുന്നില്ല. ബട്ട് ടു ബി ഓണസ്റ്റ്, ദുരന്തർ 1നെ സ്പെഷ്യലാക്കിയ കുറെ കാര്യങ്ങൾ ദുരന്തർ 2ൽ മിസ്സിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടത് അക്ഷയ് ഖന്നയുടെ ആ ഒരു ഓറ ഫാക്ടർ ആയിരുന്നു. ഈ ഫിലിം തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു ഫസ്റ്റ് ഹാഫ് ആൻ അവറിലുള്ള ഇനിഷ്യൽ സ്റ്റാർട്ടിംഗ് സീക്വൻസ് ഒക്കെ ഭയങ്കര ടൈറ്റ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് വാസ് പ്രിറ്റി ഡീസെന്റ്. സെക്കൻഡ് ഹാഫിലോട്ട് വരുന്ന സമയത്ത് വളരെ റഷ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. 4 hours ഉണ്ടെങ്കിലും ഒരുമാതിരി റഷ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. യെസ്, ദുരന്തർ എന്ന് പറയുന്നത് കുറച്ച് പ്രൊപ്പഗൻഡ ഉണ്ട്. ദുരന്തർ 1ൽ എനിക്ക് തോന്നിയ കാര്യം, അതിൽ ആ പ്രൊപ്പഗൻഡ ഉണ്ടെങ്കിലും അത് നല്ല രീതിയിലാണ് ആ ഒരു ഫിക്ഷനും റിയാലിറ്റിയും ബ്ലെൻഡ് ചെയ്യുന്നത്. സെക്കൻഡിലോട്ട് വരുന്ന സമയത്ത് ആ ഒരു ബ്ലെൻഡിങ് ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് ശരിക്കും ഒരുമാതിരി പ്രൊപ്പഗൻഡ കുത്തിക്കയറ്റണ പോലെ നമുക്ക് തോന്നും. സെക്കൻഡിലോട്ട് വരുന്ന സമയത്ത് ഒരു മെയിൻ വില്ലൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മിസ്സിംഗ് ആയിരുന്നു. ബട്ട് യെസ്, അർജുൻ റാംബോള പുള്ളിയുടെ മേജർ ഇക്ബാൽ എന്ന് പറയുന്ന ആ ഒരു വില്ലൻ ക്യാരക്ടറിനെ നല്ല സൂപ്പർബായിട്ട് തന്നെയാണ് പ്ലേ ചെയ്തത്. ഓഫ് കോഴ്സ് എടുത്തു പറയേണ്ടത് രൺവീർ സിംഗിന്റെ ആക്ടിംഗ് ആണ്. മ്യൂസിക് ഡയറക്ടർ ശശ്വന്ത് സച്ദേവ് നല്ല രീതിയിലായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ സ്കോർ ചെയ്തത്. പക്ഷെ സെക്കൻഡിലോട്ട് വരുന്ന സമയത്ത് സോങ്സ് കുറവാണ്, പക്ഷെ സ്കോറിങ്ങും അത്ര ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ റെട്രോ സോങ്സ് ഒക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഓൾസോ സത്യം പറയാലോ, ഐ വാസ് മിസ്സിംഗ് ഹനുമാൻ കൈൻഡ് ലോട്ട് ഇൻ ദുരന്തർ 2. ഫസ്റ്റ് പാർട്ട് കുറച്ചും കൂടി ഒരു സ്ട്രാറ്റജിക് ത്രില്ലർ പരിപാടിയാണെങ്കിൽ സെക്കൻഡ് പാർട്ടിലോട്ട് വന്ന സമയത്ത് ഇറ്റ്സ് മോർ ഓർ ലെസ് ലൈക്ക് ആൻ ആക്ഷൻ ഡ്രാമ. സോ ടു എൻഡ്, ദുരന്തർ 2 വാസ് എ പ്രിറ്റി ഡീസെന്റ് വാച്ച്. ഫസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ദുരന്തർ 2 കുറച്ച് വീക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ബട്ട് ഇറ്റ്സ് എ വെരി എന്താ പറയുക സാറ്റിസ്ഫൈങ് എൻഡ് ടു ദ ദുരന്തർ സീരീസ്. പുള്ളി ഇതിനെ ഡ്രാഗ് ചെയ്തും മിൽക്ക് ചെയ്തിട്ടും ഒരു ദുരന്തർ 3 ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല. ലൈക്ക് ഓൾമോസ്റ്റ് 4 hours ആണ് മൂവിയുടെ ലെങ്ത് എങ്കിലും പ്രീവിയസ് മൂവിനെ പോലെ തന്നെ ഇറ്റ് വാസ് എൻഗേജിങ്. പിന്നെ നിങ്ങൾ മിസ് ചെയ്യരുത്, ഓൾമോസ്റ്റ് കുറെ എൻ ക്രെഡിറ്റ് സീൻസ് ഉണ്ട് ഈ മൂവിയുടെ അകത്ത്. ഐ തിങ്ക് അറൌണ്ട് 3 എൻ ക്രെഡിറ്റ് സീൻസ് തന്നെ ഈ മൂവിക്കകത്തുണ്ട്. നിങ്ങൾ അതൊന്നും മിസ് ചെയ്യാൻ നിൽക്കരുത്. ഏതായാലും വലിയ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് വെരി റെലവെന്റ്. കാരണം എന്തായാലും ഒരു പാർട്ട് 3 വരാൻ പോകുന്നില്ല. സോ ഐ എം നോട്ട് ഷുവർ ഇഫ് ഇറ്റ്സ് വെരി റെലവെന്റ് ഓൾസോ. സോ ദാറ്റ്സ് ദുരന്തർ 2 ദ റിവെഞ്ച്.